Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൊല്യൂഷൻ ഓഫ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് നോക്കാം. ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് എ ഇക്വേഷൻ ഇൻ സം as a function of t or x, y of t, and also this function appears on an integral. For example, y of t is equal to some t square plus integral of y of t dt. ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഒറ്റയ്ക്കും ഉണ്ടാവും ആൻഡ് അത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് ഇക്വേഷൻസ് ആണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. അത് സോൾവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും ഉണ്ട്. അതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ ദിസ് ഇൻ്റഗ്രൽ ഇക്വേഷൻ y of t is equal to t plus integral from 0 to t y of u sin t minus u du. We have to solve this integral equation. So first of all, we already studied that f star g, the convolution of f and g, is equal to integral from 0 to t f of x into g of x minus t dt. അല്ലേ? അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ടി ഡി ടി എന്ന് പറയുന്നതിനെ എഫ് സ്റ്റാർ ജി എന്ന് എഴുതിയതുപോലെ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെയുള്ള ഫങ്ഷൻസ് വൈ ഒരു ഫങ്ഷൻ ആൻഡ് സൈൻ ഒരു ഫങ്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് വൈ ആണ്, ജിൻ്റെ സ്ഥാനത്ത് സൈൻ ആണ് അല്ലേ? ആൻഡ് ഇവിടെ g of t y of t. അപ്പോൾ y of t ഇൻറ്റു സൈൻ ടി മൈനസ് യു ഡി യു. അപ്പോൾ y of t ഇസ് എ ഫംഗ്ഷൻ, അതിന് നമ്മൾ എഫ് ആയിട്ട് എടുക്കുക, ആൻഡ് സൈൻ ടി മൈനസ് യു അല്ലേ, g of t മൈനസ് യു. അപ്പോൾ ഇവിടെ എഫ് സ്റ്റാർ ജി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എഫിന് പകരം വൈ ആൻഡ് ജിന് പകരം എന്താ വരുന്നത്? സൈൻ അല്ലേ, സൈൻ ടി. അപ്പോൾ വൈ സ്റ്റാർ സൈൻ ടി എന്ന് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ റെപ്രസെൻ്റ് ചെയ്യാം യൂസിങ് കൺവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണു. അതായത് അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ മാറിയിട്ട് ഇങ്ങനെയായിട്ട് മാറും. അതായത് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് വൈ സ്റ്റാർ സൈൻ ഓഫ് ടി. നൗ വി ആർ ടേക്കിംഗ് ലാപ്ലേസ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് ഈസ് ലാപ്ലേസ് ഓഫ് വൈ ഓഫ് ടി is equal to Laplace of t plus y star sin of t. Okay, and now take Laplace of y of t as capital Y of t. സ്മോൾ ലെറ്റർ y of t യുടെ ലാപ്ലേസ് നമ്മളെപ്പോഴും അങ്ങനെയല്ലേ എടുക്കുക? സ്മോൾ ലെറ്റർ f of t യുടെ ലാപ്ലേസ് ക്യാപിറ്റൽ F of t ആയിട്ട് എടുക്കും. അതേപോലെ സ്മോൾ ലെറ്റർ y of t യുടെ ലാപ്ലേസ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ വൈ ഓഫ് ടീനെ കൺസിഡർ ചെയ്യാം. അത് നമ്മൾ ടേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? ക്യാപിറ്റൽ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ആൻഡ് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്, ലാപ്ലേസ് ഓഫ് ടി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എൽ ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ഓഫ് വൈ സ്റ്റാർ സൈൻ ഓഫ് ടി, and this is equal to Laplace of t plus Laplace of y into Laplace of sin t. Laplace of y of t into Laplace of sin t. And here Laplace of y of t is capital Y of t. അപ്പോൾ ഇതും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ y of t എന്നെടുത്തു അല്ലേ? അപ്പോൾ നോക്കൂ, രണ്ട് സൈഡിലും y of t യുടെ ടേം ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇത്, റൈറ്റ് സൈഡിൽ ഇത് അല്ലേ? അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അതായത് വൈ, ഇവിടെ ഓൾറെഡി വൈ ഓഫ് ടി ഉണ്ട്, ഇവിടെ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. വൈ ഓഫ് ടി
ലാപ്ലേസ് ഓഫ് സൈൻ ടി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ലാപ്ലേസ് ഓഫ് ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇൻ ദിസ് ഇക്വേഷൻ taking y of t outside, that's therefore the equation becomes y of t outside എടുക്കുമ്പോൾ ഇവിടെ 1 മൈനസ് ഇവിടെ y of t എടുക്കുമ്പോൾ ലാപ്ലേസ് ഓഫ് സൈൻ ടി എന്ന് വരും. And that's equal to Laplace of t. And we know the Laplace transform of sin t and t. And y of t into 1 minus Laplace of sin t is, yes, 1 by s square plus 1. 1 divided by a by s square plus a square അല്ലേ. അപ്പോൾ ഇവിടെ ടി ആണ്, സൈൻ ടി ആണ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 is equal to Laplace of t is 1 by s square. സോ y of t-നെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. y of t ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1 ഗെറ്റ് ക്യാൻസൽഡ്. is equal to 1 by s square. And y of t-നെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ ഓൾറെഡി ഇവിടെ 1 by s square ഉണ്ട്. ഇവിടെ ഇൻറ്റു ഉള്ളത് ഇത് y of t ഇൻറ്റു അല്ലേ ഉള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ വരും. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? ദിസ് ഈസ് ഈക്വൽ ടു s square plus 1 divided by s raised to 4. So y of t is equal to this one. And y of t നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ലാപ്ലേസ് ഓഫ് സ്മോൾ ലെറ്റർ y of t ആണല്ലേ. നമുക്ക് ഈ സ്മോൾ ലെറ്റർ y of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നൗ ടേക്കിംഗ് ദ ലാപ്ലേസ് ഓൺ ദ റൈറ്റ് സൈഡ്, ദാറ്റ് ഈസ് ലാപ്ലേസ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? ലാപ്ലേസ് ഇൻവേഴ്സ് ആയിട്ട് മാറും. therefore y of t is equal to Laplace inverse of this function. So in order to find y of t, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം ലാപ്ലേസ് ഓഫ് y of t-നെ ക്യാപിറ്റൽ y എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് അത് കോമൺ പോർഷൻ എടുത്ത് ഔട്ട് സൈഡൊക്കെ എടുത്ത് y of t-നെ ഒരു സൈഡിൽ നിർത്തി ബാക്കിയുള്ളതിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ടേക്കിംഗ് ദ ലാപ്ലേസ് ഇൻവേഴ്സ് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് y of t. സോ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കാണണം അല്ലേ. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക? ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം അല്ലേ. y of t equal to L inverse of s square by s raised to 4 plus 1 by s raised to 4. And this is equal to Laplace inverse of s square by s raised to 4 is 1 by s square plus 1 by s raised to 4. And by linearity property, Laplace inverse split ചെയ്യുക. 1 by s square plus Laplace inverse of 1 by s raised to 4. So this is equal to Laplace inverse of 1 by s square is t. Laplace of t ആണ് 1 by s square. Therefore Laplace inverse of 1 by s square is t itself. So that plus Laplace inverse of 1 by s raised to 4. So the denominator s raised to 4 വരണമെങ്കിൽ നമ്മൾ t power n-ൻ്റെ n factorial divided by s raised to n plus 1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ s raised to n plus 1-ൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് വരുന്നത്? 4 ആണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ടി ക്യൂബിൻ്റെ ലാപ്ലേസ് ആണ് എന്ത്? 3 factorial divided by s raised to 4. Therefore 3 factorial നമ്മൾ ഈ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ Laplace inverse of 1 by s raised to 4 is t cube by 3 factorial എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്. t cube by 3 factorial. സോ ഇത്രയേ ഉള്ളൂ. t plus t cube by 3 factorial value is 6. So this is the answer. So ഇതിങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. Given any problem, we can solve using the Laplace transform method. Okay.
Now we move on to the next topic, Laplace transform of a periodic function. So അതിനു മുന്നേ നമ്മൾ periodic function എന്താണെന്നൊന്ന് പറയാം. A function f is said to be periodic with period say t, or a periodic function with period t when f of x plus t is equal to f of x. When we replace x by x plus t, that's equal to f of x itself. So this is the definition of periodic function. അപ്പോൾ നമ്മളിങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും f is a periodic function with period t. Any value t, for example, for sine function, sin x plus 2 pi is sin x. So we said to be a sine function is a periodic function with the period 2 pi. And multiples of 2 pi are also periods of sine. The x plus 4 pi is sine of x plus 4 pi is also sin x. So the multiples of 2 pi is also periods of sin x. ഓക്കെ, അതുപോലെ തന്നെയാണ് കോസ് എക്സിൻ്റെ കേസും വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ആൻഡ് 2 pi is called the ഫണ്ടമെൻ്റൽ പീരിയഡ്. അതായത് ബേസിക് പീരിയഡ് ഏതാണോ അതിനെയാണ് ഫണ്ടമെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക എന്നുള്ളത് നോക്കാം. സോ ദിസ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ f. Suppose f is piecewise continuous function and periodic with period t, then Laplace transform of that periodic function is equal to 1 divided by 1 minus e power minus st. Here t is the period of the function f. Integrate from 0 to that period e power minus st f of t dt. Okay, അപ്പോൾ നമ്മുടെ ലാപ്ലേസിൻ്റെ ഡെഫിനേഷനുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ്? ലാപ്ലേസ് ഓഫ് എ ഫംഗ്ഷൻ, നമ്മൾ നോർമലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to infinity e power minus st f of t dt ആണ് അല്ലേ. ഇതിലെന്താ വ്യത്യാസമുള്ളത്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ അല്ല, ടി വരെയാണ്. അതായത് പീരിയഡ് വാല്യൂ എന്താണോ അതുവരെയാണ്. ആൻഡ് e power minus s t ഇവിടുത്തെ വേരിയബിൾ അല്ല, ഇവിടെ ആ പീരിയഡ് വാല്യൂ ആണ് വരിക ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി തന്നെ. ആൻഡ് ഒരു ടേം എക്സ്ട്രാ ഉണ്ട്, 1/1 മൈനസ് ഇ പവർ മൈനസ് എസ് ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നൗ വി മൂവ് ഓൺ ടു ദ പ്രൂഫ് ഓഫ് ദിസ് തിയറം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ആൻഡ് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എടുക്കണോ നമ്മൾ? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് എഫ് ഓഫ് എക്സ്. So, and we know that the Laplace transform of f of t equal to integral from 0 to infinity e power minus st into f of t dt. And the integral is split into two parts, 0 to t varayum and t to infinity. Now, we take t equal to u plus capital T, that is some variable u plus that period t. Now, taking this integral and expand with t equal to u plus t. So this integral becomes ഇങ്ങനെ വരും. ആ integral from t to infinity e power minus st f of t dt becomes integral from 0 to infinity. That is when t equal to u plus t, dt equal to du. dt replaced by du and f of t ഉള്ളത് u plus t ആയിട്ട് മാറും. ആൻഡ് അറ്റ് ടി ഈക്വൽ ടു 0 യു പ്ലസ് ടി എന്ന് പറയുന്നത് 0 വരും അല്ലേ. യു ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ടി വരും. ഇവിടെ ടി എന്ന് പറയുന്നത് ഇപ്പോൾ 0 വരും. ഓക്കെ, അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. ആൻഡ് ഈ പവർ എസ് ടിക്ക് പകരം യു പ്ലസ് ടി വരും. ആൻഡ് എഫ് ഓഫ് ടിക്ക് പകരം യു പ്ലസ് ടി ഡി യു. ഓക്കെ, ആൻഡ് ഹിയർ ദ ടേം ഈ പവർ minus st is a constant, can be taken outside, and the integral from 0 to infinity e power minus su f of u plus t du.
and f is a periodic function. So f of x plus t is f of x അല്ലേ? അപ്പോൾ u plus t is f of u. So this function becomes f of u. Okay, and this is equal to e power minus st into this integral is 0 to infinity e power minus su f of u du അല്ലേ? The Laplace of f of u വരും. u is replaced by t, that is can be taken as Laplace of f of t. അതായത് integral from 0 to infinity e power minus su f of u du is also equal to integral from 0 to infinity e power minus st f of t dt അല്ലേ? ഇവിടെ യുവിന് പകരം ഇവിടെ ടി വന്നേ ഉള്ളൂ. അപ്പോൾ വാരിയബിൾസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സോ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ബിക്കംസ് ഇൻറ്റഗ്രൽ ഫ്രം, അതായത് ഫസ്റ്റ് നമ്മൾ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തില്ലേ, എന്നിട്ട് അതിലെ സെക്കൻഡ് ടേമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to t e power minus st f of t dt പ്ലസ് e power minus st ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് വരും. ഇഗെയിൻ നമ്മൾ ഇൻറ്റഗ്രൽ ഇക്വേഷനിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടേമിന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം ആൻഡ് സോൾവിങ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. Then that will be equal to this form, that is Laplace of f of t equal to 1 by 1 minus e power minus st into integral from 0 to t e power minus st f of t dt. Hence proved. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ടേം ഒന്ന് ഇതും, പിന്നെ ഇവിടെ ഇ പവർ മൈനസ് എസ് ടി ആണ് വരിക. ആൻഡ് ദ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വിൽ ബി 0 to t. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവ്രി വൺ.